അംഗമട്ടഹാസം എന്ന സിനിമ മെയ് 8-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിൻ്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത് ആസ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals with a strong backbone can. എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ അതേപോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു നല്ല മുഖ്യമന്ത്രിയാണ് അത്. ഒരു ക്രൗഡിലോട്ട് പോകുമ്പോൾ എന്ത് ഒരു പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ആബ്സല്യൂട്ട്ലി. അത് രാഷ്ട്രീയ വിഷയമാണോ? അച്ഛൻ അറിഞ്ഞ് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വരെ അവരുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് BJP ടാഗ്. യു ആർ ബിലീവിംഗ് ദാറ്റ് ആ ഒരു ഹേറ്റ് ക്യാമ്പയിൻ മാധവിന്റെ ഫിലിമോഗ്രഫിയിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളത്? Don't say no. I can't say no. എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നും ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് ഇൻഡിവിജ്വലി എനിക്ക് വന്നു തുടങ്ങി. I promise you, if I don't get good in a certain amount of time in all your opinions, ഞാൻ തന്നെ നിർത്തി ഒഴിഞ്ഞു പോയിക്കോളാം. കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുള്ള മാധവ് സുരേഷിൻ്റെ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ പടം ഫ്ലോപ്പായത് നെഗറ്റീവ് റിവ്യൂവിൻ്റെയും അതുപോലെ മാധവ് സുരേഷിൻ്റെ അച്ഛൻ്റെ പൊളിറ്റിക്സിനോടുള്ള നാട്ടിലെ ആളുകളുടെ ഇഷ്ടമില്ലായ്മയുടെയും ഭാഗമായിട്ട് മാധവ് സുരേഷിനെ ടാർഗറ്റ് ചെയ്ത് ആ പടം ഫ്ലോപ്പാക്കിയതാണെന്നാണ് മാധവ് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് പറയുന്നത്. മാധവിൻ്റെ കൂടെ അംഗം അട്ടഹാസത്തിൻ്റെ പ്രൊഡ്യൂസറും അതുപോലെ വേറെ ഏതൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. പ്രൊഡ്യൂസറെയും മറ്റേ ആളെയും നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ നല്ല രീതിക്ക് പൈസ ഇറക്കിയിട്ട് മാധവ് സുരേഷിൻ്റെ പോലെ ഒരു വ്യക്തിനെ വിശ്വസിച്ച് പൈസ ഇറക്കിയിട്ട് ആ പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഏതെങ്കിലും രീതിക്ക് അത് തിരിച്ചു കിട്ടാനുള്ള മാർഗം ഉണ്ടോ എന്ന് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിപാടിയായിരിക്കും. അതിന് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും ഇവർ മനസ്സിലാക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഒരാളോ രണ്ടാളോ നന്നല്ല എന്ന് പറയുന്നതിന് പകരം കണ്ട എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ സംഭവം പോരാ, അല്ലെങ്കിൽ ഇത് ആളുകൾക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല എന്നുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ അതിനൊരു ജെന്യുവിൻ അഭിപ്രായമായിട്ട് കാണാതെ ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേക അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിച്ചിട്ട് തോൽപ്പിക്കാനും മാത്രം എന്തോ വലിയ സംഭവമാണ് ഞങ്ങളുടെ ഈ പടത്തിനെ ഇങ്ങനെ ആക്രമിച്ച് തോൽപ്പിക്കാൻ വേണ്ടി ഒരു വലിയ സമൂഹം അതിനു വേണ്ടി ഇതായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഒരു പടം ഫ്ലോപ്പായി കഴിഞ്ഞാൽ അത് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ആൾ റിവ്യൂ ചെയ്തുകൊണ്ടാണ് ആ ഫ്ലോപ്പ് ആവുന്നതെന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ ആ ഒരു സിനിമയുടെ ക്വാളിറ്റി എത്രത്തോളം ഇല്ലാതാക്കുകയാണ് ഇവന്മാർ ചെയ്യണേ. ഉദാഹരണത്തിന് അശ്വന്ത് ഗോക്ക് പണ്ട് എത്രയോ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും വരെ നല്ല സിനിമകളെ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സിനിമകളെ ഇവരൊക്കെ നെഗറ്റീവ് റിവ്യൂ പറയാറുണ്ട്. അത് അശ്വന്ത് ഗോക്കിന്റെ മാത്രം അഭിപ്രായമായിട്ട് കണ്ടാൽ പോലെ. ഇപ്പൊ ഭീഷ്മപർവം അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ പടം എത്ര നന്നായിട്ട് ഓടി, ആളുകൾ എന്ത് നന്നായിട്ട് കണ്ടു. അത് പോയി തിയേറ്ററിൽ പോയി കണ്ട ശേഷം അശ്വന്ത് ഗോക്കിന് തിരിച്ചത് മറ്റേ ആളുകൾ പറയാൻ തുടങ്ങി ഈ പടം നല്ലതാണ്, അശ്വന്ത് ഗോക്കിന് വട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ എമ്പുരാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അശ്വന്ത് ഗോക്കിന് സ്വാഭാവികമായിട്ട് ആ പടം ഇഷ്ടമായില്ല, അശ്വന്ത് ഗോക്ക് നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു എന്ന് വിചാരിച്ച് എമ്പുരാൻ പോലൊരു സിനിമയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? പടം നല്ലതോ ചീത്തയോ എന്നുള്ളത് ആളുകൾ പോയി കണ്ട് ആളുകൾ സ്വന്തമായിട്ട് തീരുമാനിക്കുന്ന കാര്യമാണ്. അല്ലാതെ അശ്വന്ത് ഗോക്കിന്റെ ഒരാളുടെ വാക്കുകൊണ്ട് മാത്രം ആ സിനിമയെ അങ്ങ് തകർത്ത് കളയാം എന്ന് പറയുന്ന രീതിക്കൊന്നും മലയാളത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഇപ്പോഴും മാധവ് സുരേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അച്ഛൻ്റെ പൊളിറ്റിക്സ് കാരണം തന്നെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നു, എന്നെ എൻ്റെ കുടുംബത്തിനെയും പറയുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോഴും മാധവ് സുരേഷിന്റെ തന്നെ കുടുംബത്തിലുള്ള അതേ ചോറ് തിന്നുന്ന അതേ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ടുള്ള ഗോകുൽ സുരേഷിന് ഈ വക പ്രശ്നമൊന്നും ഇല്ലല്ലോ. പറയുമ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗോകുൽ സുരേഷിന്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, നല്ലതും ചീത്തയായിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോഴൊക്കെയും ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന നടനെ പറ്റി ആർക്കും മോശം അഭിപ്രായമില്ല. ഗോകുൽ സുരേഷിന് അഭിനയിക്കാൻ അറിയാം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ആരും ഗോകുൽ സുരേഷിന് അഭിനയിക്കാൻ അറിയില്ല, നിർത്തി പോടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നൊന്നും പറഞ്ഞിട്ട് ആരും പറയുന്നില്ലല്ലോ. നമുക്കൊരു കഴിവില്ല, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് പ്രൂവ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ആളുകൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഉദാഹരണം എടുത്തു നോക്കാം. അപ്പോൾ മോഹൻലാലിന്റെയും മമ്മൂട്ടിന്റെയും മക്കളെ വരെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ പെർഫോമൻസിന്റെ ഭാഗമായിട്ടാണ്. പ്രണവ് മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള അഭിപ്രായം പറയുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. ആദ്യം അതൊക്കെ ഭയങ്കര എവിഡന്റ് ആയിരുന്നു. എല്ലാവരും പറയും മോഹൻലാലിന്റെ മോനായതുകൊണ്ട് മാത്രമാണ് പടം കിട്ടുന്നത്, അങ്ങനെ വലിയ കാര്യമായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരാളൊന്നല്ല എന്ന് ഇഷ്ടം പോലെ പറഞ്ഞിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഡയസീറയൊക്കെ വന്നപ്പോഴാണ് പിന്നെയും മോഹൻലാലിന്റെ മകൻ അഭിനയിക്കാൻ അറിയാം, അച്ഛന്റെ മോൻ തന്നെ എന്നുള്ളൊരു അഭിപ്രായം മോഹൻലാലിന്റെ മോന് പോലും ഉണ്ടാക്കിയെടുക്കാൻ ഇത്രയും സമയം എടുത്ത സ്ഥിതിക്ക് മാധവ് സുരേഷിന്റെ പോലെ ഒരാൾ ആദ്യത്തെ 2 സിനിമ ഫ്ലോപ്പ് ആകുമ്പോഴേക്കും എൻ്റെ അച്ഛന്റെ പൊളിറ്റിക്സ് പറഞ്ഞ് എന്നെ ഇതാക്കുന്നേ, എൻ്റെ പടങ്ങളെ തകർക്കുന്നേ എന്നൊക്കെ പറഞ്ഞു വന്നിരുന്ന് കരഞ്ഞു കഴിഞ്ഞാലും മലയാളികൾ ഇതൊന്നും വർക്കാവില്ല. മലയാളികളുടെ മുന്നിൽ കൂടുതൽ കോമാളിയാവുകയുള്ളൂ. നല്ല സുഹൃത്തുക്കൾ വേണം. ഇങ്ങനത്തെ ആളുകൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി പ്രശ്നം സോൾവ് ആവും. ഇതുപോലെ നല്ല ചാണാപ്പുളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിട്ടിട്ട് സുഹൃത്തുക്കൾ തന്നെ പറയും എൻ്റെ മോനെ നീ എന്താ അപരാധമാണ് ഈ
കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അതുപോലെ പറഞ്ഞു തരാനുള്ള സുഹൃത്തുക്കളോ അഥവാ കുടുംബത്തിലുള്ള ആളുകളോ പറഞ്ഞു തരാത്തതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റൊക്കെ നാട്ടുകാരുടെ മുന്നിൽ വന്ന് നാട്ടുകാർ പറയേണ്ടി വരുന്നത്. പ്രൊഡ്യൂസർ പറയുന്നു അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ വാങ്ങിക്കും ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ പറയാതിരിക്കാൻ എന്നൊക്കെ. ഇതൊക്കെ വെറുതെ വന്നിരുന്ന് അന്തരീക്ഷത്തിലോട്ട് ഇങ്ങനെ വിട്ടാൽ പോരാ, ഇതിനൊക്കെ തെളിവ് വേണം. അങ്ങനെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇവരൊരു വാർത്താ സമ്മേളനം നടത്താൻ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് കാണിക്കണമായിരുന്നു. അശ്വന്ത് ഗോക്ക് 1 ലക്ഷം രൂപ ചോദിച്ചതിൻ്റെയോ അല്ലെങ്കിൽ അശ്വന്ത് ഗോക്കിൻ്റെ ഭാഗമായിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൾ റെക്കോർഡോ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് വേണ്ടേ ഈ രീതിയിലൊരു വാർത്താ സമ്മേളനം നടത്താൻ. അല്ലാതെ മനസ്സിലുള്ള തോന്നിയ കഥകൾ മുഴുവനായിട്ട് വാർത്താ സമ്മേളനത്തിൽ വന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? അല്ലെങ്കിൽ BJP പൊളിറ്റിക്സിനെ വെറുക്കുന്ന കാരണം കൊണ്ടാണ് മാധവ് സുരേഷിൻ്റെ സിനിമകൾ ആളുകൾ കാണാത്തതെന്ന് പറയുമ്പോൾ ഇതേ BJPക്കാർ ഒരു 10-25 ലക്ഷം പേര് എന്തായാലും കേരളത്തിലുണ്ടല്ലോ. BJPക്ക് ഇപ്പോൾ പണ്ടത്തെ അവസ്ഥയൊന്നുമല്ല. BJPക്ക് ഇഷ്ടം പോലെ സപ്പോർട്ടേഴ്സ് ഉണ്ട്. BJP സീറ്റുകൾ ജയിച്ചു വരുന്ന സമയമാണ്. വാർഡ് ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ BJP 2ാം സ്ഥാനത്താണ് പല സ്ഥലത്തും. അപ്പോൾ അതുപോലെ പൊളിറ്റിക്സ് കൊണ്ട് മാത്രം ഈ പറഞ്ഞ സിനിമകൾ ഹിറ്റാവും ഫ്ലോപ്പാവും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണെന്നുണ്ടെങ്കിൽ ഈ അച്ഛൻ്റെ പൊളിറ്റിക്സിനോട് താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ? BJPക്ക് ഭയങ്കര സംഭവമാണ്. BJPക്കാരൻ്റെ മോനായതുകൊണ്ട്, സുരേഷ് ഗോപിയുടെ മോനായതുകൊണ്ട് മാധവ് സുരേഷിൻ്റെ സിനിമകളങ്ങ് ഹിറ്റാക്കി കളയാമെന്ന് ഈ BJPക്കാർ വിചാരിച്ചാൽ പോരെ. അങ്ങനെ ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് സിനിമ കാണണ്ടെന്ന് തീരുമാനിക്കുന്ന അതേ പൊളിറ്റിക്സ് ഉള്ള ആളുകൾ എന്തുകൊണ്ട് മാധവ് സുരേഷിൻ്റെ സിനിമകൾ കാണാൻ പോകുന്നില്ല? അപ്പോൾ ഒരു പ്രോഡക്റ്റ് നന്നല്ലെങ്കിൽ അതിൻ്റെ ടൂൾസിനെയും ആ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച ആൾക്കാരെയൊക്കെ കുറ്റം പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും VD സതീശനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് തിരിച്ച് കയറി അവരുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ പിണറായി വിജയൻ ഇത്രയും സപ്പോർട്ടായിരുന്നു അത് ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമല്ലാതെ വന്നു കഴിഞ്ഞാൽ വലിച്ച് താഴെ ഇടും. അതിനിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും എന്താണെങ്കിലും കേരളത്തിലെ ആളുകൾക്ക് ഇപ്പോഴും അത്യാവശ്യം സെൻസിബിളായിട്ടും കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാരാണ് കേരളത്തിലുള്ള ആൾക്കാർ. അപ്പോൾ ഈ കേരളത്തിലുള്ള ആളുകൾ മുഴുവനായിട്ട് മണ്ടന്മാരാണ്, എൻ്റെ സിനിമകളെ വലിച്ചു കീറുകയാണ് എന്നൊക്കെ പറയുമ്പോൾ മലയാളികളെയാണ് നിങ്ങൾ കുറച്ച് കാണുന്നത്. മലയാളികൾ അങ്ങനെ ആരെങ്കിലും സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ വെച്ച് ആളുകൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നത് മലയാളികൾക്ക് ഭയങ്കര മോശമാണ്. ഈ പറയുന്ന പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ആളുകൾ സിനിമകൾ പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇവിടെ സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, സുരേഷ് ഗോപിയുടേതായിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്, അത് ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ട്. സുരേഷ് ഗോപിക്കൊക്കെ ഓൾറെഡി ആ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സുരേഷ് ഗോപിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. സിനിമ നല്ലതാണെങ്കിൽ ആളുകൾ പോയി കാണും. അതിൻ്റെ അപ്പുറത്ത് ഇത് പൊളിറ്റിക്സ് കൊണ്ടാണ്, തന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നൊക്കെ വെറുതെ അടിസ്ഥാനരഹിതമായിട്ട് വന്നിരുന്ന് പറയുമ്പോൾ കാണുന്ന അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഭാഗമാകുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളെ പൊട്ടന്മാരായിട്ട് കണക്കാക്കുള്ളൂ. ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ ഇവന്മാർക്ക് എന്ന് ചിന്തിക്കുള്ളൂ. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ സെൻസിബിളായിട്ട് ഏട്ടനോടൊക്കെ ചോദിച്ച് എങ്ങനെയാണ് കേരളത്തിലെ ആളുകൾ എന്നൊക്കെ മനസ്സിലാക്കുക. UK അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ച ആ തിരക്കിൻ്റെ ഇടയിൽ മലയാളികളെ ജഡ്ജ് ചെയ്യുന്നതിൽ പറ്റിയിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും. അച്ഛന് നന്നായിട്ട് അറിയാം മലയാളികൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അച്ഛനോടും ഏട്ടനോടൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഇവിടെ വന്നിരുന്ന് കരഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ അശ്വന്ത് ഗോക്കിൻ്റെ തെറിപ്പാട്ട് രാവിലെ തന്നെ കേട്ടതുകൊണ്ട് അതുപോലെയുള്ള സാധനങ്ങൾ ഇനി കേൾക്കാതിരിക്കട്ടെ ലൈഫിന്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ അശ്വന്ത് ഗോക്കിന് തന്നെ മാധവ് സുരേഷിനെ കൊണ്ട് ഭയങ്കര ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. അശ്വന്ത് ഗോക്കിൻ്റെ വീഡിയോസും റിവ്യൂസൊക്കെ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ഇടിഞ്ഞ രീതിയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു. 2-3 റിവ്യൂസൊക്കെ ആളുകൾ ഭയങ്കര നെഗറ്റീവായിട്ടാണ് അശ്വന്ത് ഗോക്കിന് തന്നെ റിയാക്ഷൻ കിട്ടിയിട്ടുള്ളത്. അശ്വന്ത് ഗോക്ക് പെയ്ഡാണ് എന്നൊക്കെയുള്ള ഒരു ഇംപ്രഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാധവ് ഇതുപോലൊരു വിഷയം ഉണ്ടാക്കി കൊടുത്ത് അശ്വന്ത് ഗോക്കിന് വീണ്ടും ആ ഒരു റേഞ്ച് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. അതിന് അശ്വന്ത് ഗോക്ക് എന്തായാലും മാധവിനോട് കടപ്പെട്ടിരിക്കും. പിന്നെ അച്ഛൻ്റെ പൊളിറ്റിക്സ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് ആർക്കെങ്കിലും അച്ഛനോട് ദേഷ്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ പറയുന്ന കാര്യങ്ങളുടെ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതേ ഹെയ്റ്റ് തന്നിലോട്ടും വരുന്നുണ്ടെങ്കിൽ താൻ പറയുന്ന കാര്യങ്ങളിലും അതുപോലെ അച്ഛൻ പറയുന്ന പോലത്തെ എന്തിൻ്റെയൊക്കെ വാലും തുമ്പുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇപ്പോൾ വന്നിരുന്ന് ഞാൻ VD സതീശൻ്റെ ആളാണ്, ഞാൻ കോൺഗ്രസിൻ്റെ ആളാണെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാലും ഇൻറ്റേർണലി നിങ്ങളുടെയൊക്കെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നിങ്ങളുടെ പല സംസാരങ്ങളിലൂടെ ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഒരു സിനിമയിലൊക്കെ ക്ലച്ച് പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഇപ്പോൾ മമ്മൂട്ടിയുടെ മോനാണെന്നും പറഞ്ഞിട്ട് ദുൽഖർ സൽമാൻ വന്നപ്പോൾ മുതൽ അങ്ങനെ ദുൽഖർ സൽമാൻ്റെ എല്ലാ സിനിമകളും അങ്ങോട്ട് ഹിറ്റാക്കി കളയാമെന്നൊന്നും ഇവിടെ ആരും വിചാരിച്ചിട്ടില്ല. ദുൽഖറിനാണെങ്കിലും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് പടം കിട്ടാൻ തന്നെയാണ് ഈ അച്ഛനെ നെപ്പോ കിഡാണെന്നുള്ള ഗുണമൊക്കെ ഉപയോഗിക്കുള്ളൂ. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് കഴിവുണ്ട് എന്ന് തെളിയിക്കാതെ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇവിടുത്തെ ആളുകളെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒന്നും ആരെയും എടുത്ത് തലയിൽ വയ്ക്കില്ല. ഇനി അത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ പോലും മോഹൻലാലിൻ്റെ സിനിമ അടുപ്പിച്ച് 5 ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ഇതേ മലയാളികൾ മോഹൻലാലിനെ അവർ തെറി പറയുന്നതാണ്. അവിടെ വന്നിരുന്ന് എൻ്റെ അച്ഛൻ്റെ രാഷ്ട്രീയം കാരണം എന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല, എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ, ഞാനൊരു പാവമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ ഫഹദ് ചെയ്ത പോലെ അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കും. ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സാധനമൊക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നിരുന്ന് ചെയ്യുമ്പോൾ ഓക്കെ. അല്ലാത്ത പക്ഷം ഇത് തന്നെയായിരിക്കും അവസ്ഥ. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല.